ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പിടിപ്പത് ജോലിയാണ് ബാക്കിയുള്ളത്. നേതാക്കളെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ബി.ജെ.പിയുടെ വഴി എളുപ്പമാക്കുകയാണ് ഇ.ഡിയുടെ പല സംസ്ഥാനങ്ങളിലെയും പണി. ബി.ജെ.പി തുടർഭരണം നേടിയാൽ പ്രതിപക്ഷ നേതാക്കളുടെ കാര്യം കഷ്ടത്തിലാകുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇ.ഡിയെ പേടിച്ച് മാത്രം ബി.ജെ.പിക്കൊപ്പം കൂടിയ നേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ തന്നെ 20-ലധികം നേതാക്കൾ ഉണ്ട് എന്ന് കാണാം. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് ഇനിയും ശക്തമായി തന്നെ തുടരുവാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ബി.ജെ.പിയോട് സഖ്യമല്ലാത്ത പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇ.ഡി കച്ചമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളിൽ 16 നേതാക്കളെയാണ് ഇനി ഇ.ഡി അകത്താക്കാൻ പദ്ധതിയിടുന്നത്. 16 എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ കണക്കാണ്. അതിൽ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ അറസ്റ്റിലായി കഴിഞ്ഞു. ഇനിയുള്ളത് 15 നേതാക്കളാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ 15 പേരെയും വിവിധ കേസുകളിൽ ഇ.ഡി അറസ്റ്റ് ചെയ്യുമെന്നുറപ്പാണ്. അരവിന്ദ് കെജ്രിവാളാണ് ലിസ്റ്റിലെ ഒന്നാമൻ. ഹേമന്ത് സോറനൊപ്പം ഇ.ഡി നോട്ടീസ് അയച്ചുകൊണ്ടിരുന്ന മറ്റൊരു മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി മദ്യനയ അഴിമതിയിൽ കെജ്രിവാളിന് പങ്കുണ്ടെന്നാണ് ഇ.ഡിയുടെ ആരോപണം. തങ്ങൾക്കനുകൂലമായി മദ്യനയം വ്യാപിപ്പിക്കാൻ സ്വകാര്യ വ്യക്തികൾ സർക്കാരിന് 100 കോടിയോളം കോഴ നൽകിയെന്നാണ് അന്വേഷണ ഏജൻസി പറയുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 4 തവണ ഇ.ഡി നോട്ടീസ് അയച്ചെങ്കിലും ആം ആദ്മി മുഖ്യമന്ത്രി ഇതുവരെ ഹാജരായിട്ടില്ല. ഇ.ഡി ലക്ഷ്യമിടുന്ന മറ്റൊരു മുഖ്യമന്ത്രി തെലങ്കാനയുടെ രേവന്ത് റെഡ്ഡിയാണ്. രാജ്യത്ത് കോൺഗ്രസിന്റെ ജീവൻ നിലനിർത്തുന്നതിന് സഹായിച്ച വിജയമായിരുന്നു തെലങ്കാനയിൽ ഉണ്ടായത്. രേവന്ത് റെഡ്ഡിയെയും ഇ.ഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. 2015 തെലുങ്കുദേശ് പാർട്ടി നേതാവായിരുന്ന കാലത്ത് MLC തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി വോട്ട് ചെയ്യാൻ ഒരു നോമിനേറ്റഡ് MLAക്ക് 50 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന കേസാണ് ഇ.ഡി ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കുന്നത്. ഇ.ഡി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശിന്റെ YS ജഗ്മോഹൻ റെഡ്ഡിയാണ്. 2015 ഇ.ഡി ഈ മുഖ്യമന്ത്രിക്കെതിരെ പുതിയൊരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ചാർജ് ചെയ്തിരുന്നു. ജഗന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതി സിമന്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുമാണ് ഈ കേസിന് ആധാരമായി നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടമായ ഛത്തീസ്ഗഡിലെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലും ഇ.ഡിയുടെ ബ്ലാക്ക് ലിസ്റ്റിലുണ്ട്. ഈ മുൻ മുഖ്യമന്ത്രിക്കെതിരെ കുറഞ്ഞത് 3ഓളം ഇ.ഡി കേസുകളുമുണ്ട്. ഖനി ലേലം, മദ്യനയം, മഹാദേവ് ബെറ്റിംഗ് ആപ്പ് തുടങ്ങി ബാഗലിന്റെ ഭരണകാലത്ത് നടന്ന സംഭവങ്ങളുടെ മേലാണ് ഈ കള്ളപ്പണ കേസുകൾ ചുമത്തിയിരിക്കുന്നത്. ബീഹാറിലേക്ക് വന്നാൽ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ്, ഭാര്യയും മുൻ മുഖ്യമന്ത്രിയുമായ റാബറി ദേവി, ഇവരുടെ മകനും ബീഹാറിൽ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന തേജസ്വി യാദവ് എന്നിവർക്കെതിരെ IRCTC അഴിമതി, ജോലിക്ക് പകരമായി ഭൂമി വാങ്ങിയത് എന്നിങ്ങനെ കേസുകളുണ്ട്. 2017 രജിസ്റ്റർ ചെയ്ത IRCTC അഴിമതി കേസ് ലാലു റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് 2 ഹോട്ടലുകളുടെ അറ്റകുറ്റപ്പണികളുടെ ചുമതല ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടതാണ്. റെയിൽവേയിൽ ജോലി നൽകാൻ വേണ്ടി ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈക്കൂലി വാങ്ങി ഭൂമി പതിച്ചു വാങ്ങിയെന്നാണ് 2022 ജോലിക്ക് ഭൂമി കേസ് എന്നതിലൂടെ പറയുന്നത്. ഈ നേതാക്കൾക്ക് പുറമെ ഹരിയാനയിലെ കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ ഹൂഡ, രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, UP മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ്, ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഫറൂഖ് അബ്ദുള്ള, മകൻ ഒമർ അബ്ദുള്ള, കശ്മീരിൽ നിന്ന് തന്നെയുള്ള മെഹബൂബ മുഫ്തി, അരുണാചൽ പ്രദേശിൽ നിന്നുള്ള നബാം തുക്കി, മണിപ്പൂരിൽ നിന്നുള്ള ഒക്രാം ഇബോബി സിംഗ്, ഗുജറാത്തിൽ നിന്നുള്ള ശങ്കർ സിംഗ് ബഗേല, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശരത് പവാർ എന്നിവരെയെല്ലാം ഇ.ഡി വൈകാതെ അറസ്റ്റ് ചെയ്യുമെന്നും പറയാം. അതേസമയം BSP നേതാവും UPയുടെ മുൻ മുഖ്യമന്ത്രിയുമായ മായാവതിക്കെതിരെ ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും അവർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ പല പദ്ധതികളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.